നമ്മുടെ കുട്ടികൾക്ക് മുള്ളും പൂവുമാവുക മാതാപിതാക്കൾ ഒരു കഥയിലൂടെ വായിച്ചറിഞ്ഞൊരു കാര്യമാണ് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത്. ഒരു കുട്ടിക്ക് എപ്പോഴും പരാതിയായിരുന്നു അവൻ്റെ പിതാവിനെക്കുറിച്ച്. മാതാവിനെക്കുറിച്ച് എപ്പോഴും വലിയ കാര്യമായിരുന്നു. കാരണം മാതാവ് എപ്പോഴും വീട്ടുകാര്യങ്ങൾ നോക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും പണ്ട് കാലത്തെ കഥയാണിത്. അപ്പോൾ ലാളന സ്നേഹം മാതാവിൽ നിന്ന് കിട്ടുന്നു. പിതാവ് വളരെ ദേഷ്യപ്പെടുകയും പരുക്കനായ രീതിയിലുമാണ് പെരുമാറിയിരുന്നത്. ഈ കുട്ടി എൻ്റെ കുടുംബത്തിലെ തന്നെ മുതിർന്ന ഒരാളോട് ഇതിനെക്കുറിച്ച് പരിഭവം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കുട്ടികളെയെല്ലാം വിളിച്ചിരുത്തി മുതിർന്ന ആൾ പറഞ്ഞു കൊടുത്തു. അമ്മ പൂവും അച്ഛൻ മുള്ളുമായിട്ട് സങ്കല്പിക്കുക. കാരണം ഒരു റോസാപ്പൂവിനെ പോലെ അച്ഛനെയും അമ്മയും സങ്കല്പിക്കുക. റോസാപ്പൂ ഭംഗിയാണ്, മുള്ള് കുറച്ച് പരുക്കനും കൂർത്ത മുനയുമുണ്ട്. പക്ഷെ ഇത് രണ്ടും പ്രകൃതി തന്ന സമ്മാനമാണ്. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിലെ അർത്ഥത്തെക്കുറിച്ചും ലാളനയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിക്കും. പക്ഷെ സമൂഹത്തിലും ലോകത്തിലും ഇറങ്ങി നടക്കുമ്പോൾ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ അച്ഛനാണ് നേരിടുന്നത്. അപ്പോൾ കുറച്ച് കർക്കശവും കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള പരിഹാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതിനെയൊക്കെ നേരിടാൻ കുട്ടികൾ പഠിച്ചിരിക്കണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരേപോലെ തന്നെ സമൂഹത്തിലെ നല്ലതും ചീത്തയും നേരിടാൻ അവരെ ചെറുതിലേ പഠിപ്പിക്കുക. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കണം. കാരണം സ്നേഹം മാത്രം പോലെ ആരോഗ്യപരമായിട്ടുള്ള ശാസനകളും തിരിച്ചറിവുകളും കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അച്ഛൻ്റെ കൂടെ ഒരു ദിവസം പുറത്തേക്ക് ഈ കുട്ടികളെ, ഈ വീട്ടിലെ മുതിർന്ന കുട്ടികളെ കൂടെ അയക്കാൻ ഈ പ്രായമായ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൾക്കാരോടുള്ള സംസാരിക്കുന്നതും പലരുമായിട്ട് ഒരു സോഷ്യലൈസേഷൻ കുട്ടിക്ക് കിട്ടി. വീടിനകത്ത് ലാളനയും സ്നേഹവും ആകാമെങ്കിലും നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അച്ഛൻ്റെയും പരുക്കൻ സ്വഭാവം വേണം. ചില സമയത്ത് അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും റോളാണ്. അമ്മയില്ലാത്ത സമയത്ത് അച്ഛൻ്റെ റോളാണ് അമ്മയ്ക്കും. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ വാർത്തെടുക്കാൻ കൂടുതൽ ലാളനയും പാടില്ല, കൂടുതൽ സ്ട്രിക്റ്റും പാടില്ല. ഒരു ബാലൻസ് പോസിറ്റീവ് പേരൻറ്റിങ്ങിലാണ് കുട്ടികളെ കൊണ്ടുപോകേണ്ടതെന്നത് ഈ ഒരു കഥയിലൂടെ ഓർത്ത് ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു തരികയാണ്. കാരണം സമൂഹത്തിലെ വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ അതിനെ നേരിടാനാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഒരു മത്സര പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങുന്നതിനേക്കാൾ അതും പ്രധാനമാണ് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് സോഷ്യലൈസ് ചെയ്ത് പ്രശ്നങ്ങളെ എങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് നേരിടാൻ എവിടെ ചെന്നാലും നമ്മുടെ കുട്ടികൾ അവിടെ ഒറ്റപ്പെടാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ചെറുതിലേ തന്നെ അവർക്ക് തിരിച്ചറിവുകളും നല്ല കൂട്ടുകെട്ടുകളും മനഃശക്തിയും ആത്മവിശ്വാസവും യുക്തിബോധവും ടൈമിംഗ് അനുസരിച്ച് അവർക്ക് പെരുമാറാനും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കൂടി വളരെ അത്യാവശ്യമാണ്.